അത് മരിച്ചതിന് ശേഷം മാത്രം കിട്ടുന്ന സാധനമൊന്നുമല്ല. ഇത് സയന്റിഫിക് എക്സ്പെരിമെന്റ്സിനെ കുറിച്ചോ മോളിക്യൂൾസിനെ കുറിച്ചോ പറയുന്ന ഒരു ശാസ്ത്രമല്ല ആധ്യാത്മികത എന്ന് പറയുന്നത്. നല്ല കുട്ടികളാണ് ഇപ്പം നമ്മൾ ഈ ജെൻസി എന്ന് വിളിച്ചാലും അതെ. അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് വിളിച്ചാലും ഇവൻ ഈ നാമം ചൊല്ലി കിട്ടണ ആനന്ദം പെർമനന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വ്യാസൻ ചേട്ടാ നമസ്കാരം. നമസ്തേ. നമ്മുടെ പുണ്യം എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. ഈ പേര് കേൾക്കുമ്പോൾ എന്താ ചേട്ടൻ്റെ തോന്നുന്നത്? അതായത് നമ്മൾ എന്താ ഈ ചാനലിലൂടെ ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഇപ്പം നമ്മൾ പൊതുവിൽ ഈ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് സംസാരിക്കും. അപ്പം അവിടെ പറയുക ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നാണ്. മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളിപ്പം ശബരിമല സീസണൊക്കെയാണ് അപ്പോൾ പറയുക ഇപ്പം പോയാൽ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എന്നാണ്. അതായത് സ്വാമിയെ കാണുമ്പോൾ കിട്ടുന്ന പുണ്യമാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നതെന്നാണ് വിശ്വാസം. പൊതുവിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ജനന മരണ ചക്രങ്ങളിലൂടെയുള്ള ഈ യാത്ര അവസാനിപ്പിച്ച് നിരന്തരമായിട്ടുള്ള മോക്ഷാനുഭവത്തെ അനുഭവിക്കുക എന്നാണ്. അത് മരിച്ചതിന് ശേഷം മാത്രം കിട്ടുന്ന സാധനമൊന്നുമല്ല. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമമായിട്ടുള്ള ആനന്ദാവസ്ഥ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആ ആനന്ദാവസ്ഥ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ പുണ്യമാണ് വേണ്ടതെന്നാണ്. ആ പുണ്യം നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ പുണ്യത്തിലേക്കുള്ള വഴികൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് അങ്ങനെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുക. ശരിയാണ്. അപ്പം അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയുന്ന കാലം ഒരുപാട് മാറി അല്ലേ? ശരിക്കും നമ്മുടെ സയൻസ് ഒക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയി, ആൾക്കാർ മാറി, ചിന്താഗതികൾ മാറി. ന്യൂജൻ എന്നൊക്കെ പറയുന്നത് എൻ്റയർലി വേറൊരു ചിന്താഗതി ഉള്ള ആൾക്കാരാണ്. ഇത്രയൊക്കെ മാറ്റങ്ങളും അല്ലെങ്കിൽ വികസനങ്ങളൊക്കെ വന്നിട്ടും ഈ ഭക്തി അത്രയ്ക്കും അങ്ങോട്ട് കുറയുന്നൊന്നുമില്ല. സയൻസ് വളരുന്നു എന്ന് പറഞ്ഞാലും ഭക്തിക്ക് ഒരു കുറവും വരുന്നില്ല. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് ഗുരുവായൂർ പോയി. അപ്പോൾ വെർച്വൽ ക്യൂ ഒന്നും എടുക്കണ്ട എന്ന് വെച്ചിട്ട് നമ്മുടെ ഭഗവാനെ ക്യൂ നിന്ന് കാണാൻ ഏകദേശം ഒരു 6-7 മണിക്കൂർ എടുത്തു ഭഗവാനെ ഒന്ന് കാണാനായിട്ട്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. അതായത് ഇപ്പോഴും ഭക്തി കുറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്താ അതിനെപ്പറ്റി എന്താ വ്യാസൻ ചേട്ടന് പറയാനുള്ളത്? അതായത് ഭക്തി കുറവാണോ അല്ലെങ്കിൽ കൂടിയോ? നമുക്ക് ഈ ശാസ്ത്രവും അല്ലെങ്കിൽ ആധ്യാത്മികതയും ഒരിക്കലും അത് രണ്ട് വിഷയങ്ങളായിട്ട് കാണാം. നമ്മൾ പലപ്പോഴും ആധ്യാത്മികതയിൽ ശാസ്ത്രം കൊണ്ടുവരാൻ ശ്രമിക്കും. ഇത് സയൻസ് ആണ് എന്ന് പറയുമ്പോഴാണ് അതിന് വാല്യൂ. ഇതങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഇത് സയന്റിഫിക് എക്സ്പെരിമെന്റ്സിനെ കുറിച്ചോ മോളിക്യൂൾസിനെ കുറിച്ചോ പറയുന്ന ഒരു ശാസ്ത്രമല്ല ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത് മനുഷ്യ മനസ്സുകളെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തിയെക്കുറിച്ചുമാണ്. അവിടെ സയൻസിന് യാതൊരു സ്ഥാനമില്ല. സയൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സയൻസിൻ്റെ പാതയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ പാതയിൽ പൊക്കോളുക. ഓരോന്നിടത്തും ഇവിടെ വന്നിട്ട് ഇവിടെ സയൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ പലവരും അതിൽ നമ്മുടെ പല വിശ്വാസങ്ങളിലും ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള എലമെൻസിനെ കൊണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് അവർ ചെയ്തൊരു മഹത്തായിട്ടുള്ള കാര്യം. അതുകൊണ്ട് എല്ലാത്തിലും സയൻസ് ഉണ്ടോ എന്ന് തിരഞ്ഞു നോക്കാനും പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ഈ ഒരു സയൻസ് അല്ലെങ്കിൽ ആധ്യാത്മികത അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു സാധനമല്ല. സയൻസ് എന്താ പറയുക, അതിന് ഉയർച്ച ഉണ്ടാകുന്നതോടും ആധ്യാത്മികത കുറയും, അല്ലെങ്കിൽ ആധ്യാത്മികത കൂടുന്തോറും സയൻസ് കുറയും. അങ്ങനെയല്ല, ഇത് രണ്ടും രണ്ട് സ്രോതസ്സായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇത് രണ്ടും ആത്യന്തികമായിട്ട് ഇത് രണ്ടും അന്വേഷിക്കുന്ന ഒന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ രണ്ട് പാതയിലൂടെ പോയാലും അവസാനം നമ്മൾ ചെന്നെത്ത ഒരു സ്ഥലത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാത്തിൻ്റെയും കാരണമാണ് സയൻസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്താണ് ഇങ്ങനെ പോയി നോക്കിയിട്ട് അവരെത്തുന്ന പോയിന്റ് തന്നെയാണ് ഈ വിചാരധാരയിലൂടെ നമ്മളും ചിന്തിച്ചെത്തുന്നത് അല്ലേ? അപ്പോൾ രണ്ടും ഒരു കാലഘട്ടത്തിൽ ഇത് രണ്ടും നന്നായിട്ട് പോകുന്നു എന്നുള്ളതിനെ നന്നായിട്ട് നോക്കിക്കാണുക വേണ്ടത്. ഞാൻ പറയുമ്പോൾ ആധ്യാത്മികത മാത്രം പുരോഗമിച്ചാൽ പോരാ, ശാസ്ത്രവും പുരോഗമിക്കണം. ശാസ്ത്രം മാത്രം പുരോഗമിച്ചാൽ പോരാ, ആധ്യാത്മികതയും പുരോഗമിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു തരത്തിൽ ഇന്ന് നമുക്ക് അറിവിൻ്റെ സ്രോതസ്സുകളുടെ ലഭ്യത കൂടുതലാണ് മുമ്പത്തെക്കാട്ടിലും. അപ്പോൾ ഒരാൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇന്നത് അറിയാനുള്ള നിരവധിയായിട്ടുള്ള സ്രോതസ്സുകൾ ഇന്നുണ്ട്. ഒരിക്കലും അയാൾ സ്റ്റക്കാവില്ല. പണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഗുരുനാഥൻ്റെ സഹായത്തോടു കൂടി ഒരു സാധനയിലോടുകൂടി ഇന്ന് ചിലപ്പോൾ അതിനൊന്നും സാധിക്കാത്തവർക്കും ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അറിവ് നേടാനുള്ള സാധ്യതകളുണ്ടെന്നാണ്. അപ്പം ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു മെറിറ്റായിട്ട് കാണാം അതിനെ. കാരണം ഒരേ സമയവും ശാസ്ത്രവും ആധ്യാത്മികതയും ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് അതിനെ മെറിറ്റായിട്ട് കണ്ടുകൊണ്ട് അതിൽ നിന്ന് മാക്സിമം കിട്ടാനുള്ളത് എടുത്തുകൊണ്ടേയിരിക്കുക. അതൊരിക്കലും പാഴാക്കി കളയാതിരിക്കുക അവസരം. അതുകൊണ്ട് ഒരിക്കലും ആധ്യാത്മികതയുടെ ഈ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ശാസ്ത്രത്തെ മുറുകെ പിടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് മാത്രമാണോ എല്ലാത്തിലും എന്നുള്ളത് ചെകയുന്ന രീതിയിൽ മാറ്റിവെക്കണം. ഒരു വിശ്വാസം നമ്മൾ പറയുന്ന സമയത്ത് ശാസ്ത്രം ഇതാണല്ലോ, അങ്ങനെ ആവശ്യമില്ല. നമ്മൾ കാണുന്ന ആ ഒരു ബാഹ്യലോകത്ത് കാണുന്ന ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ചല്ല
ആധ്യാത്മികതയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ ഒരു അഡീഷണൽ ക്വസ്റ്റിനോട് ചോദിക്കാം. അതായത് ഈ ന്യൂ ജനറേഷൻ്റെ ഭക്തിയെ പറ്റി എന്താ വ്യാസൻ ചേട്ടന് പറയാനുള്ളത്? നല്ല കുട്ടികളാണ്. ഇപ്പം നമ്മൾ ഈ ജെൻസി എന്ന് വിളിച്ചാലും അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് വിളിച്ചാലും അവരൊക്കെ അവരുടെ സത്വബോധം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. കാരണം നമ്മൾ പൊതുവെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു നെറേറ്റീവാണ് ഈ തലമുറയിലുള്ള കുട്ടികളൊക്കെ തന്നെ മോശമാണ്, അവർക്കൊന്നും ഭക്തിയില്ല, ഇവരൊക്കെ ലഹരിക്ക് അടിമയാണ്. നമുക്ക് എല്ലാ കാലഘട്ടത്തിലും രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മൾ എപ്പോഴും ഈ പഴമയുടെ നന്മ കാണുന്ന സമയത്ത് അതിനും പല പ്രയാസങ്ങളുണ്ടായിരുന്നു അല്ലേ. പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന പല സാധനങ്ങളൊന്നുമില്ല, പണ്ടുണ്ടായിരുന്ന പല ഉച്ചനീചിത്വങ്ങൾ പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. അന്നും നന്മയും തിന്മയും ഉണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. ഇന്നത്തെ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ഇന്നത്തെ കുട്ടികളിലും നല്ല കുട്ടികളും ഉണ്ട്, മോശം ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. നല്ല കുട്ടികളെ അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ മോശം ചിന്താഗതി വെച്ച് പുലർത്തുന്നവരെ ഈ ധർമ്മത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ പുണ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞതിലൂടെ ആത്യന്തികമായിട്ട് ഈ രണ്ടാമത്തെ പ്രോസസ്സിനാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് അല്ലേ. അതായത് പലരും ഇപ്പം നോക്കൂ, ഈ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എന്തിനാണ് അവരതിലേക്ക് അവരുടെ ശ്രദ്ധയെ മാറ്റുന്നത്? അവർക്കൊക്കെ വേണ്ടത് സമാധാനമാണ്, സന്തോഷമാണ്. ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് ആത്യന്തികമായിട്ട് ഉപയോഗിക്കുന്നത്. നീ എന്തിനു ഇത് ഉപയോഗിക്കുന്നു എന്നൊരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം മറക്കാൻ എന്നാണ് ഉത്തരം. എല്ലാം മറക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ആ മറക്കുന്ന അവസ്ഥയിൽ ആനന്ദം കിട്ടുന്നു. എല്ലാം മറക്കണ സമയത്ത് അല്ലേ. എല്ലാം മറക്കണ സമയത്ത് അവിടെ സംശയങ്ങളില്ല, അവിടെ ടെൻഷനില്ല, ഒന്നുമില്ല. അതിനാണ് ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അപ്പം അത് ഉപയോഗിക്കാതെ തന്നെ അത് തരാനുള്ള ശേഷി ഈ ധർമ്മത്തിനുണ്ട്. അത് ഈ ധർമ്മത്തിനെ കുറിച്ച് പഠിച്ചാൽ, ഈ ധർമ്മത്തിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിലേക്ക് തിരിക്കുക ആളുകളെ എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ അത് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള ആളുകൾ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഞാനൊന്നും ഒന്നും ചെയ്യുന്നില്ല, കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, എത്രയോ ആളുകൾ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഒരുപാട് പേരിൽ ഒരാളാണ് ഭഗവാൻ അനുഗ്രഹം. അപ്പം അതുകൊണ്ട് അതെ, അപ്പോൾ ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാരുടെ പ്രയത്നം കൊണ്ട് ഇന്ന് വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, കുട്ടികളൊക്കെ എന്താ പറയുക, ഭജൻ ക്ലബിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു അല്ലേ. അല്ലെങ്കിൽ അവർ ഭജന ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നാമസങ്കീർത്തനങ്ങളുടെ പ്രാധാന്യം ഈ ധർമ്മം എപ്പോഴും ഉദ്ഘോഷിക്കുന്ന ഒന്നാണ്. അത് മനസ്സിലാക്കി തരാൻ ഒരു നന്ദഗോവിന്ദം ഭജൻസൊക്കെ വേണ്ടി വന്നു നമുക്ക് അല്ലേ. അത് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു ടൂൾ ഉണ്ടാവും. ആ ടൂളായിട്ടാണ് അതിനെ കാണുന്നത്. അവരുടെ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തേക്ക് എത്രയൊക്കെ നമ്മൾ പ്രശംസിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള സമാധാനം അല്ലെങ്കിൽ ആനന്ദാവസ്ഥ നമുക്ക് കിട്ടുന്നത് എല്ലാം മറക്കുമ്പോഴാണ്. ഇപ്പോൾ ഭജനയുടെ ഒരു പാരമ്യതയിൽ നമ്മളെല്ലാം മറന്നുകൊണ്ട് നാം ഉറക്കെ ചൊല്ലുന്ന സമയത്ത് ആ ആനന്ദാവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു, ആലോചിക്കുന്നില്ല. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ്, ഞാൻ ഈ ലഹരി ഉപയോഗിക്കുന്ന ഈ ആനന്ദം എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും ഈ പ്രഹ്ലാദന്റെ കഥയെ വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെ ഈ ചണ്ഡാമർക്കന്മാരുടെ ഗുരുകുലത്തിൽ താമസിക്കുന്ന പ്രഹ്ലാദന്റെ കൂട്ടുകാർ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ ലഹരി പോലത്തെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ആനന്ദം താൽക്കാലികമാണ്, എന്നാൽ ഇവൻ ഈ നാമം ചൊല്ലി കിട്ടുന്ന ആനന്ദം പെർമനന്റ് ആണ്. ഇവന് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ എപ്പോഴും ഇവൻ ആനന്ദാവസ്ഥയിലിരിക്കുന്നു. പ്രഹ്ലാദൻ എപ്പോഴും ആനന്ദാവസ്ഥയിലാണ്. ഇവർക്കാണ് ഈ മദ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത് അല്ലെ. അപ്പൊ അവര് ചോദിക്കുകയാണ്, എടോ ഞങ്ങൾക്ക് തന്നെ പോലെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് റീചാർജ് ചെയ്യാണ്ട് ഈ ആനന്ദാവസ്ഥ അനുഭവിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ വ്യാഖ്യാനിക്കാറുണ്ട്, എന്ത് ചെയ്താൽ മതി, താങ്കൾ ഹരിയെ സേവിക്കുക. ഹരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടോ എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നുണ്ട്, അതിനെ സേവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമമായിട്ടുള്ള ആനന്ദം ലഭിക്കും. അപ്പം തൊട്ടാണ് കുട്ടികളുടെ നിന്ന്, ഈ പ്രഹ്ലാദനിൽ നിന്ന് കുട്ടികൾ നാരായണനാമം സ്വീകരിക്കുന്നത്. അപ്പൊ അവർക്കും ആനന്ദാവസ്ഥ കിട്ടുന്നു. അതിന്റെ വേറൊരു വേർഷനാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ സമയത്ത് നമുക്ക് ഭക്തിയും കാര്യങ്ങളൊന്നും കുറവില്ലെന്ന് പറഞ്ഞാലും സ്റ്റിൽ ഇതിലൊക്കെ ഇപ്പോഴും ഇതൊക്കെ വെറുതെയാണ്, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പം അതും നമുക്ക് തിരുത്താൻ നമുക്ക് പറ്റില്ല, അവരവരുടെ ഇതായിട്ട് പോട്ടെ. എന്നിരുന്നാലും അങ്ങനെ വിചാരിക്കുന്നവരോട് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ വ്യാസൻ ചേട്ടൻ ഏത് കഥ വിവരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും വ്യാസൻ ചേട്ടൻ അവർക്ക് കൊടുക്കുന്ന മറുപടി? ഒരു എക്സാമ്പിൾ, ഭഗവാൻ ഉണ്ട് എന്നുള്ളത്. അതിന് എൻ്റെ വ്യാഖ്യാനത്തേക്കാൾ നല്ലത് ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ മഹാത്മാക്കൾ പറഞ്ഞ നിരവധിയായിട്ടുള്ള, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിവേകാനന്ദ സ്വാമി പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു തവണ, ഞാൻ ആദ്യകാലത്ത് നിരീശ്വരവാദികൾ എന്ന് വിളിക്കുന്നത് ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരായിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് ആ പദം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് അവനവനിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരെയാണ് എന്നാണ്. വെച്ചാൽ അവനവനിൽ വിശ്വാസമില്ലായ്കയാണ് ഏറ്റവും വലിയ എത്തീസം. എന്നുവെച്ചാൽ നമ്മുടെ ധർമ്മത്തിൽ നമ്മൾ വേറെ ഈശ്വരൻ വേറെ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഇല്ല. നമ്മൾ ഈശ്വരൻ ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന ധർമ്മമാണ് സനാതന ധർമ്മം. അപ്പം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആത്യന്തികമായിട്ട് ആരാണ്? വിശ്വാസികളാണ്.
അല്ലെങ്കിൽ ഈ പാതയിൽ നിൽക്കുന്നവരാണ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പിന്നെ അവരുടെ ഈ ശക്തി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഹനുമാൻ സ്വാമിയുടെ ഒരു കഥ പറയാറുണ്ട്. വെച്ചാൽ അദ്ദേഹം ഈ സീതാന്വേഷണത്തിനായിട്ട് പോകുന്ന സമയത്ത് ഈ ലങ്കയിലേക്കുള്ള സമുദ്രം തരണം ചെയ്യാനായിട്ട് ശങ്കിച്ച് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഓരോ വാനരന്മാർ വന്ന് ഇങ്ങനെ പറയും, ഞാൻ ഇത്ര കാതം ചാടും, ഞാൻ 40 കാതം ചാടും, ഞാൻ 50 കാതം ചാടും ഒക്കെ പറയും. അപ്പോൾ ഇദ്ദേഹം മാത്രം ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് എനിക്കിതിനൊന്നും ഉള്ളൊരു ശേഷിയില്ലല്ലോ എന്ന് കരുതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് അവിടത്തേക്ക് ജാമ്പവാൻ വരുന്നത്. എന്നിട്ട് ഹനുമാന്റെ പൂർവ്വകഥ പറഞ്ഞു കൊടുക്കുന്നു. എന്ത്, നീ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് സൂര്യനെ ഒരു പഴമാണെന്ന് കണ്ട് അതിലേക്ക് നീ ചാടിയിട്ടുണ്ട്. അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമുദ്രം ചാടി കിടക്കുക എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു കാര്യമാണ്. നീ സൂര്യനെ എത്തിപ്പിടിക്കാൻ പോയ ആളാണ്. അപ്പോൾ നോക്ക്, ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഹനുമാന്റെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. എന്ത്, തൻ്റെ സ്വന്തം ശേഷി എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്. അവർക്ക് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ആരുടെ സഹായം വേണം? ഒരു ജാമ്പവാന്റെ സഹായം ഹനുമാൻ വേണ്ടി വന്നു. അതുപോലെ ആ ജാമ്പവാനെ ഗുരുനാഥനായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുക. ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയാണ് അവനവനിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഒരാൾ തിരിച്ചറിയുന്നത്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾക്കൊക്കെ ഒരു ഗുരുവിൻ്റെ കുറവുണ്ട് എന്നുള്ളതാണ്. ആ ഗുരുവായി തീരാൻ ബാക്കിയുള്ള ആൾക്കാർ ശ്രമിക്കുക. നമുക്കെപ്പോഴും നമ്മളൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ നമ്മുടെ താല്പര്യം. അപ്പം അതിനുവേണ്ടി അവർ ശ്രമിക്കുക. തീർച്ചയായിട്ടും ആ ശ്രമം വിജയം കാണുന്നത് തന്നെയാണ്.